അത് പിന്നെ നമ്മുടെ ബിഗ് ബോസിൽ നടക്കുന്ന അതിമനോഹരമായ കുറച്ച് സംഭവങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ബിഗ് ബോസ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ കാണാം. മറ്റൊന്നും കൊണ്ടല്ല, ഇവരുടെ കാര്യം പറഞ്ഞ് എനിക്ക് വരെ പ്രേമമായി. എനിക്ക് പ്രേമമില്ല, ഞാൻ ആരെയും പ്രേമിക്കുന്ന ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എനിക്ക് പ്രേമമില്ല. എനിക്ക് ഗബ്രിയെ ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ തമ്മിൽ കേട്ടോ. യാസ്മിൻ, ജാഫറും ഗബ്രി എന്തായാലും ഒന്ന് നോക്കിയേക്കാം. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഓക്കെ, ഞങ്ങൾ പ്രേമിക്കുന്നില്ല ഗൈസ്. ഞങ്ങളെ ആരും പ്രേമിപ്പിക്കരുത് ഗൈസ്. ഞങ്ങൾ ലവേഴ്സ് അല്ല, ഞങ്ങൾക്ക് പ്രേമം ഇഷ്ടമല്ല. എന്തിനാടാ നാറി കണ്ട പെണ്ണുങ്ങൾ ഉമ്മ വെക്കുന്ന നാണം കെട്ടാ? കുഴപ്പമുണ്ടോ വീട്ടിൽ അമ്മ കൊണ്ടോ എനിക്ക് നാറി? വല്ലവനാ ബെസ്റ്റി പെനെ സൂക്ഷിക്കണം കേട്ടോ. എന്ത് പോക്കത്തോടെ കാണിക്കണ നിന്റെ ഉമ്മയൊന്ന് കാണാ. സമയം രാത്രി 11 മണി. കണ്ട ഉടായ്പ എല്ലാം പൊക്കുന്നു, ഉടായ്പ എല്ലാം വരുന്നുണ്ട്. ആണ്ട് പറയും ഞങ്ങൾ തമ്മിൽ റിലേഷൻ അല്ല. എനിക്ക് ഇതിന്റെ ഒരു അടിവര ഇടണം. എന്തോ കുഴപ്പമുണ്ടല്ലോ. അതല്ലിപ്പേരത്തെ തോന്നുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. പെണ്ണുങ്ങൾ ഇപ്പോഴത്തെ ആളുകളൊക്കെ അല്ലേ എന്നെ മുന്നാക്ക അവിടെ അരിക്കടി മുന്നാക്കല്ലല്ലോ, ഇത് അക്ക മാറി. ഏതോ ഒരു പുള്ളിക്കാരെ വെളിയിലെങ്ങാണ്ടുണ്ട് അങ്ങേരുമായിട്ട്. അതിന്റെ ഗബ്രി വന്നപ്പോ ഗബ്രി അവിടെ മുത്താണ് ഗൈസ്. ഗബ്രിക്ക് ഉമ്മ കൊടുത്ത് ഗബ്രി ഉമ്മ കൊടുത്തു. അവനെ തെറ്റ് പറയാനത് പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നു. ബന്ധം ഈ തോന്നിവാസം ഒന്നും കാണിക്കാൻ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ബന്ധങ്ങളിലൊക്കെ ഞങ്ങളപ്പോ അങ്ങ് മറക്കുവേ. ഞങ്ങൾക്ക് ബന്ധങ്ങളൊന്നും താല്പര്യമില്ല. കഥയുടെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇവൾ ഈ വീട്ടിൽ നിന്ന് പോകണം. സന്തോഷം. അത്ര നിർബന്ധമാണ്, ഞാൻ തരാൻ വണ്ടിക്കൂലി. വേഗം സ്ഥലം പെടും. ഗബ്രി ഇടയ്ക്ക് ഇറങ്ങി പോവാൻ പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇതുപോലൊക്കെ വാളിത്തരങ്ങളൊന്നും പിന്നെ അങ്ങനെ പോയി കാണാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഗൈസ്. ഗബ്രി മുത്താണ്, ചേമ്പിലെ ആട്ടുംപുഴുവാണ് ഗബ്രി. മനസ്സിലാക്കണം ഗൈസ്. പക്ഷെ എത്ര നാള് നീ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞു? അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? എന്തോ മുട്ടൻ ചതി ഉണ്ട് ഗൈസ്. ഇവരെന്തോ ഉടായ്പ് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊന്നും കണ്ട് ചിരിക്കരുത്. ഇതൊക്കെ ഇവരുടെ കോമാളിത്തരമൊന്നും അല്ല. ഇവര് വലിയ വിളഞ്ഞ സാധനങ്ങളാണ്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ ഇഷ്ടമാണ് എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവിടെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. ഇത് മറ്റേത് എടാ എന്തുവാടാ ഇതുപോലെ കുറെ പെരച്ച ബെസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാരികളെയൊക്കെ സൂക്ഷിച്ചു. പെരയ്ക്കകത്ത് എന്നെ കൊള്ളാത്തവന്മാർ 50% ഉള്ളൂ. ഇവരൊക്കെ നിന്റെയൊക്കെ കാവുകി വരെ വളച്ചോണ്ട് പോയില്ലെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ഭാഗ്യം. ഇല്ലെങ്കിൽ പരച്ചോളിയാ. മനസ്സിലായി. ഏയ് നൈസായിട്ടൊക്കെ പറ്റിച്ച്. ഇനി അടുത്ത രാധാകൃഷ്ണ മേശ്ശേരി ഒന്നും വിളിക്കണ്ട, അല്ല നമുക്ക് തന്നെ തേക്കാവും. ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി, ജാസ്മിന് കിട്ടി. ഒരു കുഴപ്പമില്ല. ജാസ്മിന് മോളെ കരയുണ്ടടി, എനിക്ക് കരയുണ്ടടി. അവൻ പോയാ നിനക്ക് വലിയ മുന്നാക്കയില്ലയോ, നിന്റെ മുത്തിക്കയില്ലയോ? പുള്ളിയുടെ ചെല്ലി ഇനി പുള്ളി ആട്ടി വിടും. നിന്റെ തൊഴിലിൽ അത് തന്നെ വേണം. സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എന്തോ ക്ലൈമാക്സ് ബാക്കിയുണ്ടെന്നാണ് അണ്ണൻ പറയുന്നത്. ബാത്റൂമിൽ ഒരു ലെറ്റർ എഴുതി വെച്ച്, ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു: ജാസ്മിൻ, ഗബ്രി സൂക്ഷിക്കണം, നിങ്ങളുടെ ട്രാക്ക് ക്ലിയർ അല്ല. പൊളിഞ്ഞിട്ടാ സംഭവം, പൊളിഞ്ഞ് പാളിസായി പോയി. ഇവര് തമ്മിൽ എന്തോ മുട്ടൻ ഉടായ്പാണ് ഗൈസ്. സംഭവം അതാണ്. പക്ഷെ ഇവര് കാണിക്കുന്ന കോമാളിത്തരൊക്കെ കാണുമ്പോൾ സത്യം പറയാം എനിക്ക് ഛർദ്ദിക്കാൻ. പക്ഷെ നിങ്ങൾ ആരും ചിരിക്കരുത്, കണ്ടാൽ നിങ്ങൾ ആരും ചിരിക്കരുത്. എന്തോ ഈ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. വരാനറിയാം ഭഗവാനെ. ഇങ്ങനെയുള്ളതിനൊന്നും അടുത്ത സീസണിൽ പോലും വിടല്ലേ. ബിഗ് ബോസ് ഒരു വിലയുള്ള സംഭവമായിരുന്നു. പക്ഷെ ഇതോടെ ആ വിലയൊക്കെ പോയി കിട്ടി. ആഹാ, സന്തോഷം, സമാധാനം. അപ്പോൾ ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാത്രമല്ല പലതരം കണ്ടന്റുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റുകൾ വരാൻ താല്പര്യമുള്ളതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു കിടലും വീഡിയോ കാണുന്ന വരെ ബൈ ഗൈസ്. എന്ത് ചൂടാ ഗൈസ്, ഫാനൊക്കെ ഇട്ട് കിടക്കണേ.